ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്കൂൾ പ്രോജക്റ്റാണ്. ഡെസേർട്ട് ലൈഫ് ആൻഡ് ബദോയ് കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എല്ലാ സ്റ്റെപ്പും ഇൻക്ലൂഡ് ആയിട്ടില്ല, പക്ഷേ ചെയ്തതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യണത്. സ്റ്റെപ്പ് 1, നമുക്ക് ബേസ് ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ആവശ്യമുള്ളത് A4 സൈസ് കാർഡ്ബോർഡ് ഷീറ്റാണ്. അതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഡെസേർട്ടിൻ്റെ 3 പിക്ചേഴ്സ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. നമ്മളെ വർക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയുള്ള പണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യാം കേട്ടോ. ഈ 3 പിക്ചേഴ്സും കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ഇമേജസും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓപ്പോസിറ്റ് സൈഡ്സ് ഒരേപോലത്തെ ഇമേജാണ് എടുത്തിരിക്കുന്നത്. ബദോയ് കൾച്ചറിനെ കുറിച്ച് ഗൂഗിളിൽ റെഫർ ചെയ്തു. അതിൽ ഇമേജസിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ബേസിലേക്ക് പോവാം. ബേസിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ഫോം ഷീറ്റാണ്. ബാലൻസ് ഉള്ള കാർഡ്ബോർഡിലേക്ക് ഈ ഫോം ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ ബേസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബേസിൽ ഫിക്സ് ചെയ്യാനുള്ള എലിമെൻറ്റ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു ടെൻറ്റ് ഉണ്ടാക്കണം. ടെൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് ബാംബൂ സ്ക്യൂവേഴ്സ്, ഗ്ലൂ, പിന്നെ ഒരു പീസ് ഓഫ് ക്ലോത്ത്. ബാംബൂ സ്ക്യൂവേഴ്സ് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യാം. സെൻറ്ററിൽ മാത്രമുള്ള സ്റ്റിക്ക് മാത്രം ഒന്ന് ഹൈറ്റ് കൂട്ടിയും ബാക്കിയുള്ളത് ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്യാം. പിന്നെ അത് ടോപ്പ് പോർഷൻസിലും സ്റ്റിക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ എൻഡ് റിസൾട്ട്. ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്പേഷ്യസ് ആയി തന്നെ ഈ ടെൻ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് പില്ലോസ് ആൻഡ് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിന് കുറച്ചൊന്ന് സ്പേഷ്യസ് ആയിരിക്കണം. ഇനി ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഈ സൈഡ്സ് ഒന്ന് കവർ ചെയ്യാം. ഗ്ലിറ്റർ ഷീറ്റ് തന്നെ വേണമെന്നില്ല, എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ക്ലോത്ത് കൊണ്ട് തന്നെ ചെയ്യാം, പക്ഷേ എനിക്കിത് കുറച്ച് ഭംഗി തോന്നിയപ്പോൾ ഞാനതൊന്ന് ഫിക്സ് ചെയ്തേ ഉള്ളൂ. ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് തന്നെ നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ടെൻറ്റിൻ്റെ ടോപ്പ് പോർഷൻ നല്ല തിക്കുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഫിക്സ് ചെയ്യണം. പഴയൊരു ഷർട്ടിൻ്റെ ക്ലോത്താണ് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ടെൻറ്റ്. ബേസിലും അതേ തിക്ക് ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇനി ഈ ബാലൻസ് വന്ന തുണി കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള പില്ലോസ് സെറ്റ് ചെയ്യാം. അടുത്ത എലിമെൻ്റ് ഒരു പോണ്ടാണ്. അതിന് വേണ്ടി ഒരു ഓവൽ ഷേപ്പ് കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൽ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് ചെയ്യുക. മേലേക്ക് ഒന്ന് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വാട്ടർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ചുറ്റും ഒന്ന് സ്റ്റോൺസ് സെറ്റ് ചെയ്യുക. നമ്മളുടെ പോണ്ട് റെഡിയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ട്രീസും പ്ലാന്റ്സും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ടെൻറ്റും കൂടി അടുത്ത് പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാം. അടുത്ത് ഞാൻ ക്ലേ കൊണ്ട് കുറച്ച് പോട്ട്സും പ്ലേറ്റ്സൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാം. ഡ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലായി വാങ്ങിയ ക്യാമലാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തു. പിന്നെ ക്ലേ കൊണ്ട് തന്നെ ഒരു അറബിക് കപ്പിളിനെ ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫയർ സെറ്റ് ചെയ്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബട്ട് ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ ടെൻറ്റിൻ്റെ ബോർഡേഴ്സ് ഞാൻ റിബൺ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പോട്ട്സ് എല്ലാം ഡ്രൈ ആയപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്തു കേട്ടോ. എല്ലാ എലിമെൻറ്റ്സും ഫിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തത്. അങ്ങനെ ഈ പ്രോജക്റ്റ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്തു. ടീച്ചേഴ്സിന് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ മകളും ഹാപ്പി, ഞാനും ഹാപ്പി. മകളുടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്നോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്ത വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് എല്ലാവർക്കും ഒന്ന് യൂസ് ആയാലോ. ഗൂഗിളിൽ റെഫർ ചെയ്ത ഇമേജിനെ പോലെ തന്നെ ഏകദേശം ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയത് ഇതിൽ കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ലാമ്പുകൾ സെറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് പേഴ്സണലി കുട്ടികളുടെ ഈ ക്രാഫ്റ്റ് വർക്ക്സും പ്രോജക്റ്റ് വർക്ക്സും ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ക്രാഫ്റ്റും പ്രോജക്റ്റ് വർക്ക്സ് വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.